Legends of Music, we begin the new episode of ITL World Junior Idol Season 2. എല്ലാ പ്രേക്ഷകർക്കും ITL World Junior Idol Season 2ന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2ന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ പെർമനന്റ് ജഡ്ജിംഗ് പാനലിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അരുന്ധതി ടീച്ചർ. ഇന്നത്തെ ഈ കളർഫുൾ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ ഈ വേദിയിൽ സിംഗ് വിത്ത് പിയാനോ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശ്രീഹരി. ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. Yes. Looking so handsome. Thank you. നമ്മുടെ സ്മാർട്ട് ബോയ് ആണ്. സ്മാർട്ട് ബോയ് ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നേ? നമുക്ക് അച്ഛനടുത്ത് ചോദിക്കാം അല്ലേ? ഓക്കെ, അല്ല അമ്മേന്റെ അടുത്ത് ചോദിക്കാം. ആന്റി, ഇന്ന് മോനേത് പാട്ടാ പാടാൻ പോകുന്നേ? ശ്രീഹരി ഇന്ന് പാടാൻ പോണത് ഖദീജ എന്ന ഫിലിമിലെ യൂസഫ് അലി കച്ചേരി സാർ വരികൾ എഴുതി MS ബാബുരാജ്, അതായത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബാബുക്ക സംഗീത സംവിധാനം നിർവഹിച്ച സുർമ എഴുതിയ മിഴികൾ എന്ന പാട്ടാണ് പാടാൻ പോണത്. നമ്മുടെ ജഡ്ജസിന് ഒരു സജഷൻ പറഞ്ഞായിരുന്നു. കാരണം നമ്മുടെ ഈ പിയാനോ റൗണ്ടില് അധിക കണ്ടസ്റ്റൻസും പാടിയിരുന്നത് തമിഴ് സോങ് ആണ്. ഇപ്പം ഒരു മലയാളം ഓൾഡ് സോങ് സെലക്ട് ചെയ്തെന്നതില് ആരെ സെലക്ട് ചെയ്തെന്ന് അനുപേട്ടൻ തന്നെ അല്ലേ? അപ്പൊ അനുപേട്ടൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. And we'll move to the performance, right? Yeah. All the best. Let's check it out. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി സുറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ? തേൻ പുരട്ടിയ മുള്ളുകൾ
ശ്രീഹരി നന്നായിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. റാൽഫിൻ ചേട്ടാ ആസ് ഓൾവേസ് കലക്കി. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, ജഡ്ജസ്. ശ്രീഹരി നന്നായിട്ട് പാടി കേട്ടോ, നല്ല ഉഗ്രം പാട്ട്. നേരത്തെ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു, കഴിഞ്ഞ ഇതിൽ എപ്പിസോഡിൽ പറഞ്ഞത്. നല്ലൊരു മലയാളം പാട്ടെടുത്ത് റാൽഫിൻ ഉഗ്രനായിട്ട് പ്ലേ ചെയ്തു. ശ്രീഹരി നല്ലോണം പാടി കേട്ടോ, നല്ലോണം പാടി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള, കുറച്ച് ടിപ്സ് പറയാനുള്ളത്. മോൻ ഈ ഒറിജിനൽ ട്രാക്കേ ഒരുപാട് ആവർത്തി കേൾക്കണമെന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അത് മാത്രമേ എനിക്കുള്ളൂ, കാരണം അത്രയ്ക്ക് കേപ്പബിലിറ്റി ഉള്ള സിംഗറാണ് മോൻ. എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ലെവലും ഒരുപാടുണ്ട്. അത് ഞാൻ പാടുന്നത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് പൊളിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണത്. ഉഗ്രനാണ്, നല്ല ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ചെറിയ ചില കാര്യങ്ങൾ ഉള്ളത്. സൂര്യകാന്തി, അത് ടീച്ചറാണ് സൂചിപ്പിച്ചത്. സൂര്യകാന്തി പൂക്കളെ എന്ന് പറയുന്നത് ഒന്ന് പാടൂ, ശ്രുതി മാത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യകാന്തി വേറെ എന്തോ, വേറെ ഒരു ഇതാണ് പാടിയത്, കുറച്ചും കൂടി നോട്ട്സ് കൂടുതലുണ്ടായിരുന്നു പാടിയത്. പിന്നെ വളരെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, തിരശീല, ജാലക തിരശീല പാടൂ. ജാലക തീര 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 അതില്ല, ആ നോട്ടേ ഇല്ല, ആ നോട്ടില്ല. അത് ഞാൻ പറഞ്ഞു, നമ്മള് കീനായിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ് അത് പഹാഡ് രാഗത്തിലുള്ളതാണ്. അത് ആ രാഗത്തിലുള്ള അങ്ങനെ ഇല്ല, ആ ഭാവത്തിൽ അത് വരാൻ പാടില്ല. കാരണം ജാലക തിരശീല നീക്കി ജാലമേറിയുവതെന്തിനോ നോ, അങ്ങനെയുള്ള സ്ലേസ് എല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ആദ്യം തുടക്കം ഹമ്മിങ് ഇല്ലേ, അത് പാടൂ. അതാണ് അങ്ങനെയുള്ള ചില ഡൈനാമിക്സ്. അത് പാട്ട് ഡിമാൻഡ് ചെയ്യുന്നതാണ്. അത് നമ്മൾ മനഃപൂർവ്വം പറയുന്നതോ അത് ചെയ്യുന്നതോ അല്ല. പാട്ട് എന്താണ്, ആ പാട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്തേക്കാണത്. അപ്പൊ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിലും മോനോട് പറഞ്ഞില്ലേ, മറ്റേ പാട്ട് പാടിയപ്പോൾ നമ്മൾ ആ ഒറിജിനൽ ട്രാക്കിനോട് നമ്മൾ കൂടുതൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ഇടയ്ക്ക് ഇംപ്രവൈസേഷൻസ് ആവാം, കൊള്ളാം. പക്ഷെ സൂര്യകാന്തി പൂക്കളെ എന്ന് പറയുന്ന സാധനം മോൻ ഒരു പ്രാവശ്യം ഒറിജിനലായിട്ട് പാടിയിരുന്നെങ്കിൽ പിന്നെ ഓക്കെ. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അത് എന്ന് വെച്ചാൽ, അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് കേവലം മ്യൂസിക്കിനെ മാത്രം ബന്ധപ്പെടുന്നൊരു വിഷയമല്ല, അത് അതിൻ്റെ ഇമോഷൻസിനെ ബന്ധപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. മ്യൂസിക്കിനെ ബന്ധപ്പെടുന്നത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അത് മ്യൂസിക്കല്ലേ. മോൻ പാടുന്നതും ദാസ് സാർ പാടുന്നതും എല്ലാം മ്യൂസിക്കാണ്. പക്ഷെ അതൊരു ഇമോഷനാണ്, ഒരു കഥ പറയാനുണ്ടാവും ഓരോ സ്വരത്തിനും. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറഞ്ഞത് കേട്ടോ. മോൻ ശ്രദ്ധിക്കണം. ബാക്കി എല്ലാം കൊണ്ടും അസ്സലായി കേട്ടോ. നല്ല, എത്ര കേട്ടാലും മതി വരാത്ത, എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന, പ്രത്യേകിച്ച് പ്രായഭേദമന്യേ കുറച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ഒരു ജനറേഷൻ കൂടെ അങ്ങനെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മി അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ ഇവർക്കൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ടീച്ചർ എന്നൊക്കെ പറയണം. ഭയങ്കര ഒരു ഈ പാട്ടുകൾ എടുക്കുമ്പോൾ ആൾക്കാരുടെ മോൻ്റെ അച്ഛൻ്റെ തന്നെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അവർ കൂടെ പാടുകയും ആ ഓർമ്മകളിലോട്ട് പോവുകയും, എന്തോ അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരു നല്ല പാട്ട് സെലക്ട് ചെയ്തതിന് അഭിനന്ദനങ്ങൾ കേട്ടോ. പിന്നെ ഇത്രയും കുട്ടികളുള്ളതിൽ എനിക്ക് മോൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തോന്നിയേക്കുന്നത് അത്രയ്ക്കുണ്ട് ആത്മവിശ്വാസം, ഒരു പേടിയില്ലായ്മ. ഇതൊക്കെ വലിയൊരു നല്ല പ്ലസ് പോയിന്റ് ആണ് മോനെ സംബന്ധിച്ചോളം. പിന്നെ മോന് തന്നെ അറിയാം, മോൻ നന്നായിട്ട് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതിൻ്റെ ഒരു ആത്മവിശ്വാസം മോനുണ്ട്. പിന്നെന്താ പറയുക, അത് മോൻ്റെ ശരിക്കും ഒരു ഗുണം തന്നെയാണ്. അത് ബിജേട്ടൻ പറഞ്ഞതുപോലെ അത് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഈ റെക്കോർഡ് പോലത്തെ ചില സംഭവങ്ങളിൽ പാടി വെച്ചേക്കുന്നതിൽ നമ്മൾ ഇച്ചിരിയിലും ഒരു പ്ലാനിലും കൂട്ടിയിടുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് ഒത്തിരി മിസ്റ്റേക്ക് വരും. പക്ഷെ ബിജേട്ടൻ്റെ ഒക്കെ അടുത്തിരുന്ന് അവർ പറയണ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ താനേ തിരിഞ്ഞും മറിഞ്ഞും ഈ ഒരു വരി തന്നെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പാടും. പക്ഷെ അതൊന്നും ആ ഒരു വരിയിൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തോരം സംഭവങ്ങളുണ്ടെന്ന് അത് ബീച്ചേട്ടൻ പാടി തന്നപ്പോഴാണ് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം മോന് തെറ്റായിട്ട് പറഞ്ഞതല്ല ഇത്,
മോന്റെ തൊണ്ടയിൽ വരാത്ത ഒരു സംഗതികളും ഇല്ല. നല്ല ശബ്ദം, നല്ല റേഞ്ച് ഉണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹീത പാട്ടുകാരനായതുകൊണ്ട് നമ്മൾ പറയാണ്, ഇനി പഠിക്കുമ്പോൾ ഈ പാട്ട് കറക്റ്റ് ആയിട്ട് കേട്ട് നല്ല മിടുക്കനായിട്ട് പാടിയാൽ മതി കേട്ടാ. മോന് ആദ്യം നല്ലൊരു പാട്ട്, ഇത് പറഞ്ഞതുപോലെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അന്ന് നമ്മൾ യേശുദാസ് പാടിയോ ജാനകി പാടിയോ ഫീമെയിലോ മെയിലോ ഒന്നുമില്ല. ഞാൻ പോലും പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഭയങ്കര ഇഷ്ടം. ഉത്തരാസമരൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പാടാറുണ്ട്. എന്ന് വെച്ചാൽ പാട്ട് ഇഷ്ടമാണോ പാടണോ, അത് പിന്നെ യേശുദാസ് പാടിയതാണോ ജാനകി അമ്മ പാടിയതാണോ അങ്ങനെയൊന്നും നോക്കാതെ വെച്ചാൽ അങ്ങനെ എന്നെ ഒരു കുറേ നേരത്തേക്ക് അങ്ങനെ ഒരു വേൾഡിൽ കൊണ്ടുപോയി. അതും പറഞ്ഞതുപോലെ പിന്നെ പിയാനോയ്ക്ക് പറ്റിയ നല്ലൊരു മലയാളം സോങ്, പിയാനോ റൗണ്ടിന് നല്ല സെലക്ഷൻ, നല്ല വോയിസ്, നല്ല ബ്രെത്ത് കൺട്രോൾ, ഇതെല്ലാം നല്ല ആസ്പെക്ട്സ് ആണ്. പിന്നെ ഞാനും ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം, നമ്മൾ ഈ പഴയ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ബാബുരാജ് സാറിൻ്റെയൊക്കെ, ദേവരാജ മാഷിൻ്റെ, ജാനകിയമ്മയും ദാസേട്ടനൊക്കെ പാടിയ പഴയ പാട്ടെന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കുകൾ എന്ന് പറയുന്നത് അതിന് സമമാണ്. നമ്മുടെ രാമായണ മഹാഭാരതം എന്നൊക്കെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ ബൈബിൾ ഒക്കെ പറയുന്ന മാതിരി അത്ര ക്ലാസിക്സ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് പഠിക്കേണ്ടത് നമ്മുടെ ധർമ്മം. ആ പാട്ടിനോടും സംഗീതത്തോടും നമ്മൾ ചെയ്യേണ്ട ഒരു നീതിയാണ്. അതുകൊണ്ട് അതിന് അത്രത്തോളം ശ്രദ്ധ ചെലുത്തി വേണം പഠിക്കാൻ. ഈ പറഞ്ഞ മാതിരി മുകളിൽ പാടും ജാലകത്തിര, ഞാനും അത് നോട്ട് ചെയ്തു. അങ്ങനെ വരാം, അതൊക്കെ ശ്രദ്ധിക്കണം. ആ ഡീറ്റെയിൽസ് എല്ലാം നല്ലോണം ശ്രദ്ധിക്കണം. അതുമാതിരി മോൻ പിന്നെ ഓമലാളെ, അതൊക്കെ കുറച്ചുകൂടെ കൂടിയാണ് പാടിയെന്ന് തോന്നുന്നത്. അതുമാതിരി താഴെ സൂര്യകാന്തി എടുത്തത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻസ് വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നുന്നു മോന് പഠിക്കാൻ കഴിവില്ലായിട്ടല്ല, അത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടില്ല, അത്രത്തോളം ഇമ്പോർട്ടൻസിന് മോന് ഈ കാര്യത്തിൽ തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പാട്ടുകൾ, പഴയ പാട്ടുകൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ പഠിക്കണം. അത് നമ്മുടെ ഗ്രാസ്പിംഗ് പവറിനെയും നമ്മുടെ ആ സെൻസ് ഓഫ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു പവറേയുമാണ് അത് കാണിക്കണത് കേട്ടോ. അതുപോലെ മോൻ അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ പഠിക്കണം. പിന്നെ ഇംപ്രൊവൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ മെച്യൂരിറ്റി വന്ന ശേഷം, എൻ്റെ അഭിപ്രായം പറയാണ്, മെച്യൂരിറ്റി വന്ന ശേഷം മാത്രമേ ഇംപ്രൊവൈസേഷനിൽ കടക്കാവൂ. അതിനൊക്കെ ഒരു വളരെ സെൻസ് ഉപയോഗിച്ചുള്ള കറക്റ്റ് അളവുകൾ, പ്രിസിഷൻസ് ഉണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് പഠിക്കുന്ന ഇങ്ങനത്തെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടുകൾ ലേശം പോലും നമ്മൾ മാറ്റാൻ പാടില്ല. മോനൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ബാക്കി എല്ലാം കൂടെ നല്ല വോയിസ്, പറഞ്ഞ വരെ നല്ല കോൺഫിഡൻസ് ലെവലാണ്. വളരെ നന്നായിരുന്നു. താങ്ക് യു ജഡ്ജസ്. അപ്പം ശ്രീഹരി പറഞ്ഞ കേട്ടല്ലോ, പാട്ട് കുറെ തവണ കേൾക്കുമോ? എങ്ങനെയാ പഠിക്കുന്നത്? ആദ്യം ഐപോഡിലിട്ടൊരു അടിക്കാൻ പഠിക്കുന്നു. കുറെ എത്ര പ്രാവശ്യം കേൾക്കും? 10-20 തവണ എടുത്ത്. 20 പോരാ, കുറേ തവണ കേൾക്കണം. കേട്ടിട്ട് തന്നെ ഒരു ഇത് വരാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഔട്ട് ഓഫ് 30 ബി ചേട്ടാ 27.5. 27.5. ചേച്ചി നല്ല ടഫായ ഒരു പാട്ട് എടുത്ത് മോൻ സെലക്ട് ചെയ്ത് ബാക്കി കൂടുതൽ പേരും തമിഴിലോട്ട് പോയപ്പോൾ ഇത്രയും ബാബുക്കയുടെ ഒരു പാട്ട് പിയാനോ റൗണ്ടിൽ ഇത്രയും മനോഹരമാക്കി തീർത്തതിന് 27.5. Again 27.5. ചേച്ചി 27. നല്ല സ്കോർസ് ആണ്. ഇനി ഓവറോൾ പെർഫോമൻസിനും കൂടെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് 3 ബി ചേട്ടാ. എക്സ്പ്രഷനിലാണ് മോൻ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എക്സ്പ്രഷനിലെ ഡൈനാമിക്സും ആ പാട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫീല് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഫീല് നമ്മൾ ക്യാരി ചെയ്യണം. മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കണം. ഒരു താളത്തിൽ വെച്ച് നീട്ടി കൊടുക്കുന്നത് പോലെ പാട്ട് കൊടുക്കാൻ പറ്റണം. അത് എക്സ്പ്രഷന് ഞാൻ 2.25. 2.25. ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ്, ഇതിൽ കൂടുതൽ ഇപ്പം എന്ത് വേണം അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇനി എന്തെങ്കിലും അതിനകത്ത് കുറഞ്ഞു പോയോ? ഇല്ല. അപ്പോൾ 4-ല് 3.75. 3.75. ചേച്ചി 3-ല് 2.75. 2.75 on 3. Srihari, your total score is 90.75 on 100. Very nice score. ജഡ്ജസ് ഒന്ന് പേടിപ്പിച്ചു അല്ലേ? കുഴപ്പമില്ല. അടുത്ത റൗണ്ടില് ഇതൊക്കെ ഞാൻ നോക്കും. ഓക്കെ, ഗുഡ് ലക്ക് മോനു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവോ പ്രണയമൊര സുലഭ മധുരമാ. മോളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മോൾ ഇത്രയും പാടിയത് വലിയ കാര്യമാണ്. സാഗരം മാറിലേറ്റും കതിരോൻ വീണിരിഞ്ഞു.
മോളെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ആനപ്പുറത്ത് കയറിയപ്പോ അതൊരു പെണ്ണാണെന്നുള്ള മട്ടിൽ ഒരു അമ്മച്ചി വേണ്ടായിരുന്നു എന്നുള്ളൊരു അമ്മച്ചിക്ക് തന്നെ നാണമായി പോയി. അസാധ്യമായിരുന്നു. Jai Hind TV, for the family, for the nation. സെക്കൻഡ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിംഗ് ഫോർ ഫൺ റൗണ്ടിൽ ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ശരത്. Put your hands together for Sharath. സർ, യെസ്, എന്താണ് സാറിന് ഇവിടെ വേണ്ടേ? എനിക്ക് പാടണം. പാടണം? ശരത് നല്ല ഹാൻസം ആയിട്ടുണ്ട്. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മോന്റെ ആംബിഷൻ? എന്താണ്? പോലീസ് ഓഫീസർ ആവണമെന്നുണ്ടോ? ഇല്ല, എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഡോക്ടർ വേഷത്തിലും ചേരും, ബട്ട് ദിസ് ഇസ് ക്വൈറ്റ് ഗുഡ്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ CID മൂസയിലെ मैंने प्यार किया. കുറെ കോമഡി കൊണ്ടുവരും എനിക്ക് തോന്നുന്നു. ഗുഡ് ലക്ക്, ലെറ്റ്സ് വാച്ച് ഇറ്റ്. സാർ ഇവിടെ കണ്ടല്ലേ പ്രതികളുണ്ടെന്ന് പറഞ്ഞത്, എന്നിട്ട് എവിടെ? അതെ, നമുക്ക് ഇങ്ങോട്ടങ്ങ് മാറി ഇരുന്നാലോ? എന്തോന്ന്? അല്ല, തിരക്കാം. ജയലക്ഷ്മി, ഞാനൊരു SI ആണെന്ന് നീ കരുതണ്ട. എനിക്കിതിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. സത്യം. എന്നാ? CID മൂസയിലെ ദിലീപിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. प्यार किया तो डरना क्या, मैंने प्यार किया तो डरना क्या. अकेले हम अकेले तुम, कभी खुशी कभी ये गम. अकेले हम अकेले तुम, कभी खुशी कभी ये गम. मुझे कुछ कहना है, आए कुछ कुछ होता है. मैंने प्यार किया तो डरना क्या. मैंने प्यार किया तो डरना क्या. पागल है क्या तू? അതുകൊണ്ടാ क़यामत से क़यामत तक हम तुम्हारे हैं सनम. सिलसिला है प्यार का, ओ सनम तेरी कसम. प्यार किया है प्यार करेंगे, दिल वाला दुल्हनिया ले जाएंगे. प्यार किया है प्यार करेंगे, दिल वाला दुल्हनिया ले जाएंगे. चोरी चोरी चुपके चुपके साजन आशिक लैला मजनू, ये इरादा प्यार किया जा. मुझे कुछ कहना है, आए कुछ कुछ होता है. मैंने प्यार किया तो डरना क्या. मैंने प्यार किया
अरे प्यार किया तो काय क्यों डरना रे तू दो रास्ते दो बतन हम है राही प्यार के हम दोनों दुल्हा दुल्हन हम पंछी एक डाल के डाकू हसीना दिल से नगीना चांदी रोजा झूली रीना बाबू हसीना दिल से नगीना चांदी रोजा झूली रीना मैम की लाड़ी तू अनाड़ी चलती का नाम गाड़ी प्यार तो होना ही मुझे कुछ कहना है कुछ कुछ होता है मैंने प्यार किया तो डरना क्या मैंने प्यार किया तो डरना क्या अकेले हम अकेले तुम कभी खुशी कभी ये गम अकेले हम अकेले तुम कभी खुशी कभी ये गम मुझे कुछ कहना है आए कुछ कुछ होता है പ്രതിയെ പിടിക്കാതെ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കറങ്ങുന്നോ ആ ഇന്നാ പിടി ഇത് നിനക്കിരിക്കട്ടെ എന്താ കാര്യം എനിക്ക് സസ്പെൻഷൻ നീ ചിരിക്കണ്ട നിനക്ക് ഇതിരിക്കട്ടെ ഇതെന്തോ സാധനം നിനക്ക് ഡിസ്മിസ് ദിസ് ഈസ് മൈ ഓർഡർ ശശിക്ക് മെസ്സേജ് വന്നല്ലോ മോനെ പോലീസുകാരൻ കാമുക അടിച്ചു പൊളിച്ചു. കൊറേ ആ വനിതാ പോലീസിന്റെ ബാക്കിൽ നടന്നു, കുറച്ച് താളം തെറ്റി, കാര്യവും നടന്നില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇനി കമന്റ്സ് അറിയാം. ജഡ്ജസ് ശരത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നല്ല സെലക്ഷൻ ഓഫ് സോങ്, നല്ല ഡ്രാമ, എല്ലാം കൊണ്ടും കൊള്ളാം. എനിക്ക് ആകെ തോന്നിയത് കുറച്ചും കൂടി ഒരു പ്ലേഫുൾനെസ് വരാമെന്ന് തോന്നി. കാരണം SPB സാറല്ലേ പാടിക്കണേ. SPB സാറ് അദ്ദേഹത്തിന്റെ ഒരു ജെനുവിൻ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതിലെത്താൻ നമുക്ക് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും പല ഏരിയകളിലും. പിന്നെ കുറച്ച് അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ബിജിയുടെ ഇടയിലുള്ള ഒരു ഇതില്ലേ, കിഷോർ കുമാർ സ്റ്റൈലിലുള്ള, അതൊന്ന് പാടാമോ വെറുതെ? ഫോൾസെറ്റോ അല്ലേ അത്? അങ്ങനെ വരണം. ഫോൾസെറ്റോയിലേക്ക് ജമ്പ് ചെയ്യണം. അത് കുറച്ചുകൂടി കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അദ്ദേഹം വളരെ ഈസി ആയിട്ട് പാടിയിരുന്നതാണ് അദ്ദേഹം, പല പാട്ടുകളിലും ഉണ്ട്. അപ്പോൾ അത് നോക്കണം. പിന്നെ കുറച്ചും കൂടി എനർജി വരാമായിരുന്നു തോന്നി. അതെനിക്ക് തോന്നി ഈ ആക്ടിങ്ങിന്റെ ഇടയിൽ പാട്ടും കൂടി ആയതുകൊണ്ടായിരിക്കാം മോന് കുറച്ചും കൂടി. എന്നാലും നന്നായി കേട്ടോ. മോനെ നന്നായിട്ടുണ്ടായിരുന്നു. വലിയൊരു പാട്ടുകാരൻ, നല്ലൊരു പാട്ടുകാരനുപരി നല്ലൊരു അഭിനേതാവാണെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് നല്ലൊരു കാമുകനുമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ആ വനിതാ പോലീസ് ഒരു സ്ഥലം പോലും വിടുന്നില്ല, ഏതു നേരവും പറക്കെ വലിയ വില്ലനാവും കേട്ടോ. ഇപ്പൊ സ്കൂളിലെ വില്ലൻ ആയിരിക്കും മിക്കവാറും അല്ലേ? എന്തായാലും നല്ല ഒരു രസമുണ്ട് മോനെ, ഈ ഡ്രസ്സിൽ കാണാനും ഭയങ്കര സുന്ദരനായിരിക്കുന്നു കേട്ടോ. മോനെ അതുപോലെ ബിച്ചേട്ടൻ പറഞ്ഞതുപോലെ SPB സാറ് പാടിയ പാട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ എല്ലാവരും പാടി അല്ലെങ്കിൽ കേട്ട് അത്രയ്ക്കും മനസ്സിൽ കിടക്കുന്ന പാട്ടായിട്ട്. പക്ഷെ മോൻ രസമായിട്ട് പാടി, മോനെ കഴിഞ്ഞത്ര പാടി. ഒരു ചെറിയ തോന്നിയത് ഇടയ്ക്കിപ്പോ ഖയാമത്ത് സേ അവിടെയാണല്ലോ കയറാൻ വിട്ടുപോയത്. അവിടെ ഒരെണ്ണം വിട്ടുപോയാലും നമുക്ക് അടുത്തേൽ കയറാലോ. പല പ്രാവശ്യം ഇവിടുന്ന് ചേട്ടൻ വരുന്ന അടുത്തേ കയറെന്ന് പറഞ്ഞപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്കൊന്ന് കൂടുതൽ അഭിനയം കൂടി പോയോ എന്നൊരു സംശയം. അധികം വനിതാ പോലീസ് ശരിക്കും പെണ്ണല്ല കേട്ടോ, അതറിയാവോ?
പക്ഷെ ആ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരന് നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ കറക്റ്റ് പെണ്ണിനെ പോലെ കഴിഞ്ഞ ഇതിലൊക്കെ പറയേണ്ടതായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഓരോ ഡ്രസ്സിൽ നോക്കുമ്പോൾ ശരിക്കും ഒരു പെണ്ണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പെയർ കുറച്ച് വലുതായി പോയി, സൈസ് കൂടി പോയ ഒരു പെണ്ണായി പോയെന്നുള്ളല്ലേ. അല്ല, നമുക്കതൊന്നും വിഷയമല്ല അല്ലേ. അവിടെ ആനപ്പുറത്ത് കയറിയപ്പോ അതൊരു പെണ്ണാണെന്നുള്ള മട്ടിൽ ഒരു അമ്മച്ചി വേണ്ടായിരുന്നു എന്നുള്ളൊരു അമ്മച്ചിക്ക് തന്നെ നാണമായി പോയി. ഇപ്പൊ മനസ്സിലായോ അത് ആണായിരുന്നെന്ന്? ശരി മോനെ, നന്നായിട്ടുണ്ട് കേട്ടോ. ശരത്തെ, കാര്യം സസ്പെൻഷനും ഡിസ്മിസലും ഒക്കെ ആണെങ്കിലും വളരെ എൻജോയ് ചെയ്ത് പ്രേമിച്ചു അല്ലെ. നല്ലൊരു പ്രേമ അനുഭൂതി ഉണ്ടായി. നല്ല സുന്ദരി ഒരു പോലീസുകാരിയല്ലേ കിട്ടിയത്. ശരിക്കും സുന്ദരിയായിട്ട് ഞാൻ തന്നെ സംശയം, ശരി ആണാണോ പെണ്ണാണോ, ഉള്ളിൽ അറിയാം ആണാണെന്ന്. എന്നാലും എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും സംശയം തോന്നിപ്പോയി. അസാധ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ പാട്ടിന് കുറച്ചുകൂടെ ഒരു ത്രസ്റ്റ് ആകാമായിരുന്നെന്ന് എനിക്ക് തോന്നി. അഭിനയിച്ചെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഫേഷ്യൽ ഒരു എക്സ്പ്രഷൻസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയേനെ. നന്നായിരുന്നു, ഇല്ലാന്ന് പറയണില്ല. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സോങ് ആയത് കാരണം അതുകൊണ്ടാകും കുറച്ചുകൂടെ ത്രസ്റ്റ് ആവാം, കുറച്ചുകൂടെ ഫ്രീ ആവാം. എനിക്കൊന്ന് മോന്റെ ഒരു നേച്ചറെ വളരെ ഒരു ടിമിഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണിത്. അതുകൊണ്ടാവാം ഇങ്ങനെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അങ്ങ് പാടാം, കുറച്ചും കൂടെ വോയിസിൽ ത്രസ്റ്റ് വരാം. അതൊക്കെ ഞാൻ ഒരു സജഷനായിട്ട് പറയുന്നേ ഉള്ളൂ. വളരെ നന്നായിരുന്നു കേട്ടോ. നല്ലൊരു ട്രീറ്റ് ആയിരുന്നു, ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു ജഡ്ജസ്. ശരത്, നോ വറീസ്, നമുക്ക് ഇനി മാർക്സ് അറിയാം. ബിജേട്ടാ, out of 30 26.25. Thank you sir. 26.25. ചേച്ചി 26.5. 26.5. ചേച്ചി out of 30 27. 27 on 30. ഇനി overall performance out of 10. ബിജേട്ടാ, out of 3 2.5. 2.5. ചേച്ചി 3.5. 3.5 on 4. ചേച്ചി 2.75 on 3. 2.75 on 3. So total score is 88.5 on 100. കുഴപ്പമില്ലാത്ത സ്കോറാണ് അല്ലേ? അടുത്ത റൗണ്ടിൽ ഇതൊന്നും അല്ല, കാരണം നമ്മുടെ ഈ സീസൺ ബിഗിൻ ചെയ്തത് തന്നെ മോന്റെ പാട്ടിലൂടെയായിരുന്നു. അന്ന് തന്നെ ആ റൗണ്ടിൽ തന്നെ മോൻ നല്ല മാർക്ക് വാങ്ങിയതാണ്. ഇതിലും നല്ല മാർക്ക് വാങ്ങണ്ടേ? വാങ്ങണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കടലലതൊടു നിറമാർന്നു നിൻ കവിളിലുമരുണിമ പൂത്തുവോ പ്രണയമൊര സുലഭ മധുരമാ. മോളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മോൾ ഇത്രയും പാടിയത് വലിയ കാര്യമാണ്. സാഗരം മാറിലേറ്റും കതിരോൻ വീണിരിഞ്ഞു. മോളെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. മോള് കുട്ടി എന്തോ അപ്പൊ എന്ത് വേണം, തിരിച്ചെങ്ങനെ വിളിക്കണം? എന്തോ റിം ചേച്ചി. കുഞ്ഞു മാവയല്ലേ. അയ്യോ, ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കാൻ അത് പാടിയ മോൾ ട്രൈ ചെയ്തു. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിംഗ് വിത്ത് പിയാനോ റൗണ്ടുമായി എത്തുന്നു ദേവിക. Put your hands together for Devika. ഹായ് ദേവിക. ഹായ്. നമ്മുടെ കുട്ടി ദേവിക, നല്ല ഭംഗി. താങ്ക് യു. നമുക്ക് സോങ്ങിന്റെ ഡീറ്റെയിൽസ് അച്ഛനടുത്ത് ചോദിക്കാം അല്ലേ? ഓക്കെ. ഇന്ന് അച്ഛൻ മാത്രമാണല്ലോ വന്നിട്ടുള്ളൂ അല്ലേ? അങ്കിൾ, ഇന്ന് മോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പ്രണയം എന്ന ചിത്രത്തിലെ പാട്ടിൽ ഈ പാട്ടിൽ. ഓക്കെ, നൈസ് സോങ് സെലക്ഷൻ. മോള് നന്നായിട്ട് പാടണം. എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. തകർക്കണം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
ചൂടി രാവൊരുങ്ങിയില്ലേ ഇന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സാഗരം മാറിലേറ്റും കതിരോൻ വീണിരിഞ്ഞു കാതരെ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവോ പ്രണയമൊര സുലഭ മധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ആയിരം പൊന്മയൂരം കടലിൽ നൃത്തമാടും ആയിരം ജ്വാലയായി കതിരോൻ കൂടെയാടും പകലൊളിരവിനെ വേൽക്കുമേ പുകിലുകൾ പറവകൾ വാഴ്ത്തിടും പ്രണയമൊര സുലഭ മധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ. ദേവിക നന്നായി പാടി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. റാൽഫിൻ ചേട്ടനെ ഇവിടെ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി എപ്പോഴും റാൽഫിൻ ചേട്ടനെ ഇവിടെ അങ്ങ് നിർത്തിയാലോ? കുഴപ്പമില്ല. സന്തോഷം സന്തോഷം. ഓക്കെ, ഇനി കമന്റ്സ് അറിയാം. ജഡ്ജസ് മോള് കുട്ടി എന്തോ അപ്പൊ എന്ത് വേണം തിരിച്ചെങ്ങനെ വിളിക്കണം? എന്തോ റിങ് ചേച്ചി. കുഞ്ഞു മാവയല്ലേ. അയ്യോ ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കാൻ അത് കേക്ക് പാടിയ മോൾ ട്രൈ ചെയ്തു. നല്ല മിടുക്കിയായിട്ട് പാടി. ഇത് ആര് പാടിയ പാട്ടാ ഇത്? ശ്രേയ ഘോഷാലി. ആരാ? ശ്രേയ ഘോഷാലി. ആ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ആരാ സംഗീത സംവിധായകൻ? എം ജയചന്ദ്രൻ സാർ. ആഹാ. സ്കൂളിൽ നന്നായിട്ട് പഠിക്കുമോ മോളിത്? എത്ര മാർക്ക് കിട്ടാറുണ്ട്? ഫുൾ മാർക്സ്. ഫുൾ മാർക്സ്. ഒറ്റ മാർക്ക് പോലും കുറയാറുമില്ല അല്ലേ? ഇടയ്ക്ക്. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യുന്ന നല്ലൊരു മിടുക്കിയ കുട്ടിയാണ് അച്ഛനും അമ്മയ്ക്കും കിട്ടിയേക്കുന്നത്. മോൾ ഒറ്റ കൊച്ചാ? അല്ല, ചേച്ചി ഉണ്ട്. ചേച്ചി എന്നെ എടുക്കുന്നു? ചേച്ചി +1 നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ മോളെ കഴിയുന്നത്ര മാക്സിമം മോള് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ഒറിജിനൽ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. മോക്ക് തന്നെ മനസ്സിലായി അല്ലേ? അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയും എല്ലാ ഭാഷയിലും പാടുന്ന ഒരു ചേച്ചി ഇത്ര രസമായിട്ട് വെച്ചേക്കുന്ന പാട്ട് മോളാ കഴിയുന്നത്ര ശ്രമിച്ചു. മോക്ക് എന്തൊക്കെ തോന്നി ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ? മോൾ എത്രയാ പഠിക്കുന്നത്? 4-ലോ 3-ലോ? 5-ല്. 5-ലായാ? കഴിഞ്ഞ ക്ലാസ് വന്ന 3-ൽ പറഞ്ഞ അല്ല, ഒരു മാസം കൊണ്ട് 2 ക്ലാസ് ജയിച്ചോ? അല്ല, 4-ലായിരുന്നു. 4-ലായിരുന്നു. ആ ഇപ്പൊ ജയിച്ചത് അല്ലേ? ശരി ശരി. എന്നിട്ട് മോള് തന്നെ പറ. അതായത് മോക്ക് മനസ്സിലായി ഞാൻ എന്താ പറയണ്ടേ?
കുറെ കുഞ്ഞു കുഞ്ഞു ചെറിയ മിസ്റ്റേക്സുകൾ വന്നില്ലേ ഹമ്മിങ് ഇടയ്ക്ക് നമ്മൾ ഒരു പിന്നെ മോളെ തുടക്കത്തിലെ ഹമ്മിങ് തന്നെ അങ്ങനെ ഒരു ഇതിൽ വിടുക. മോളെ പഠിച്ചു വെച്ച പോലെ അങ്ങനെ മോളൊരു കട്ട് 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 കട്ടാക്കി പാടി. അത് കേൾക്കുമ്പോൾ മോക്ക് ഇനിയും വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ കടലല തൊടു നിറമാർന്നു നിൻ പ്രണയമോര സുലഭ മധുരമാം. ആ വരിയൊക്കെ മോളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഒരു തൊടുന്ന പോലെ ഒരു വളരെ ഒതുക്കി ഒന്ന് നോക്കുക. അതൊക്കെ മോക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുള്ളൂ. ഇനി ടീച്ചർ പറഞ്ഞു തരും, സാറ് പറഞ്ഞു തരും കേട്ടാ. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത ദേവിയെ കുട്ടിക്ക്. കുഞ്ഞു കുട്ടിയല്ലേ, അത് കാണാൻ ഇരുന്ന് പാടുന്നത് കാണാൻ തന്നെ നല്ല കൗതുകം അല്ലേ. അതിന് കയറി ഇരിപ്പി അല്ലേ, തന്നെ കയറി ഇരിക്കാൻ പോലും വയ്യാൻ തോന്നുന്നു. മോളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മോൾ ഇത്രയും പാടിയത് വലിയ കാര്യമാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 5ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. അത് നോക്കുമ്പോൾ മോള് വളരെ നന്നായിട്ട് പാടി. നല്ല പിന്നെ എക്സ്പ്രഷൻ വേണമായിരുന്നു. ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ഹമ്മിങ് എല്ലാം കണ്ടിന്യൂറ്റി ഇല്ലാതെ വന്നു. അത് ചിലപ്പോൾ നമ്മുടെ ശബ്ദം ചെറിയ അടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടോ ആവാം, അല്ലെങ്കിൽ നല്ല ശ്രദ്ധിച്ച് പഠിക്കാഞ്ഞിട്ടാവാം. പക്ഷെ മോൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. ഭാവമൊക്കെ മോള് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കിട്ടാം. അതിനൊന്നും ആയിട്ടില്ല. 2 വർഷം കൂടെ കഴിയുമ്പോൾ മോള് നല്ല മെച്ചപ്പെടും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കേട്ട് കുറച്ചുകൂടെ ആ എക്സ്പ്രഷൻസൊക്കെ മനസ്സിലാക്കി പാടാം. എന്നാലും നന്നായിട്ട് പാടി. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. കേൾക്കാനും കാണാനും നല്ല സുഖമായിരുന്നു. മോൾ അനുഭവിച്ച് പാടി, കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് അനുഭവിച്ച് പാടി. നന്നായിരുന്നു കേട്ടോ. ദേവിക നല്ലോണം പാടി കേട്ടോ. മോള് കുറച്ച് ഹെവിയാണ് മോളെ സംബന്ധിച്ച് ഈ പാട്ട് അല്ലേ. കുറച്ച് ടഫ് സോങ് ആണ് മോളെ നോക്കുകയാണെങ്കിൽ. മേ ബി വേറെ ഒരു കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ ഇതൊക്കെ ആയിരുന്നു കുറച്ചും കൂടി മോക്ക് വളരെ എൻജോയ് ചെയ്ത് പാടാമായിരുന്നു. ഇത് പാട്ട് വളരെ ഹെവിയാണ്, ഒരുപാട് ബ്രെത്ത് കൺട്രോളൊക്കെ വേണ്ട ഒരു പാട്ടാണ്. പക്ഷെ മോള് അത് മോളെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ചില ഏരിയകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചില സ്ഥലത്ത് അത് ഒറ്റ ബ്രത്തിൽ തീർക്കേണ്ടതാണത്. അത് മുറിച്ച് പാടേണ്ടി വരുന്നു. മോളുടെ പ്രായത്തിൻ്റെയാണ്. അത്തരം ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ജഡ്ജസ്. ദേവിക്കുട്ടി, ജഡ്ജസ് പറഞ്ഞൊക്കെ കേട്ടില്ലേ? അതൊക്കെ കറക്റ്റ് ചെയ്ത് വരണം. പിന്നെ യു ആർ സോ യങ്, അതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ. ഔട്ട് ഓഫ് 30 വിചേട്ടാ 26.75. 26.75 ചേച്ചി. ഞാനും കുറയ്ക്കുന്നില്ല, 26.75. ഗെയിൻ 26.75 ചേച്ചി. ഞാനും അത്ര തന്നെ തരാം മോളെ. Again 26.75, not bad. Any overall performance out of 10 judges? എക്സ്പ്രഷൻ മോൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു പാട്ട് ആയിരുന്നെങ്കിൽ ഇതിലും എക്സ്പ്രസ് ചെയ്ത് പാടാമായിരുന്നു എന്ന് തോന്നുന്നു. സോ 2.25 out of 3. 2.25 ചേച്ചി. 4 മോക്ക് 3.5. 3.5 ചേച്ചി. മോള് പിയാനോ ഉള്ളത് കാരണം മോളുടെ പാട്ടിന് ഒരു കുറവും വന്നില്ല. വളരെ ചേർന്ന് വളരെ ശ്രദ്ധിച്ച് ഒക്കെ പാടി. അപ്പം എത്ര വേണം? 2.75 തരാം കേട്ടോ. 2.75. Devika, your total score is 88.75 on 100. നല്ല സ്കോറാണ്, നോട്ട് ബാഡ്. ഇനി അടുത്ത റൗണ്ടിൽ കോമഡി റൗണ്ട് വരാൻ പോകുന്നുണ്ട് അല്ലേ. അതിൽ ജഡ്ജസ് പറഞ്ഞൊക്കെ കറക്റ്റ് ചെയ്ത് വരണം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. സോ ഇന്നത്തെ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. But before binding up, I will tell you something. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ യാത്രകൾ സുഖകരമാക്കാൻ എപ്പോഴും നിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി is there for you. By saying that, it's me, Meghna, signing off from your favorite show, ITL World Junior Idol Season 2. Good night. മധുര കരുമ്പേ മലർത്തേനെ മദന കുഴമ്പേ മാനെ മധുര കരുമ്പേ
എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ഇത്രയും പേര് അഭിനയിച്ചല്ലേ ഇവിടെ ഏറ്റവും നല്ല അഭിനേതാവിനുള്ള സമ്മാനം കൊടുക്കുവാണെങ്കിൽ അത് ഇദ്ദേഹത്തിനായിരിക്കും. ഓടിവാ കരിഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം നാണമെന്റെ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ. അവസാനം ആ ഒരു ചളിപ്പ് അത് അസാധ്യമായിരുന്നു കേട്ടോ. நினைத்து நினைத்து பார்த்தால் நெருங்கி அருகில் வருவேன் உன்னால் தானே நானே வாழ்கிறேன். വാക്കുകളില്ല, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. உள்ளங்கையில் வெப்பம் சேர்க்கும் விரல்கள் உந்தன் கையில் தோளில் சாய்ந்த கதைகள் பேச நமது விதியில் இல்லை. ഒന്നും കുറവ് പറയാനില്ല കേട്ടോ. എക്സ്പ്രഷൻസും എല്ലാം Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.